സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനകൾ ശക്തമായ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇനി ഹെഡ്ഗേവറിനെയും സവർക്കറിനെയും കുറിച്ച് പഠിക്കുമെന്നും അതിൽ താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവർ പഠിക്കേണ്ടെന്നുമാണ് സുരേന്ദ്രൻ പറഞ്ഞത്. വിദ്യാഭ്യാസ രംഗത്തെ രാഷ്ട്രീയ ഇടപെടലിനുള്ള തെളിവാണ് സുരേന്ദ്രന്റെ ഈ ഒരു പ്രസ്താവന. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാഥാർത്ഥ്യം അതല്ല എന്നാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ PM ശ്രീ പദ്ധതിയെ അംഗീകരിച്ചത് വിദ്യാഭ്യാസ മേഖലയിലെ വികസന സാധ്യതകളെ കണക്കിലെടുത്താണ്. പദ്ധതി പ്രകാരം സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ, ഡിജിറ്റൽ സൗകര്യങ്ങൾ, അധ്യാപക പരിശീലനം, പരിസ്ഥിതി സൗഹൃദ സൗകര്യങ്ങൾ തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങൾ ലഭ്യമാണ്. ഇവയെല്ലാം സംസ്ഥാനത്തിന്റെ സ്വന്തം വിദ്യാഭ്യാസ നയവുമായി പൊരുത്തപ്പെടുന്ന രീതിയിലാണ് നടപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ ഉറപ്പ്. ഇതെല്ലാം പൊതുജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളപ്പോഴാണ് സുരേന്ദ്രൻ ഈ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം ഇനി പൂർണ്ണമായ അർത്ഥത്തിൽ കേരളത്തിൽ നടപ്പാക്കും എന്ന് K. സുരേന്ദ്രൻ പറഞ്ഞത് തന്നെ ഈ വിഷയത്തെ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിന്റെ ഭാഗമായാണ്. വിദ്യാഭ്യാസം ഒരു രാഷ്ട്രീയ വേദിയല്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഉറച്ച നിലപാട് തന്നെ. സംസ്ഥാനത്തിന്റെ സ്വന്തം വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയും കേരള പാഠ്യപദ്ധതി സമിതിയുടെ സ്വാതന്ത്ര്യവും നിലനിർത്തിക്കൊണ്ട് മാത്രമേ PM ശ്രീ പദ്ധതി നടപ്പാക്കുകയുള്ളൂവെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളം കേന്ദ്ര സഹായം സ്വീകരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായാണ്. പാഠ്യപദ്ധതിയിലെ ഇടപെടലിന് ഒരിക്കലും അവസരം നൽകില്ല എന്നതാണ് സർക്കാരിന്റെ ഉറച്ച നിലപാട്. പദ്ധതിയിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക സഹായം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാത്രമാകും വിനിയോഗിക്കുക. കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുക, അധ്യാപക ശേഷി വർദ്ധിപ്പിക്കുക, ഹരിത സാങ്കേതിക വിദ്യകളെ പഠനരംഗത്ത് ഉൾപ്പെടുത്തുക, ഇതൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം തന്നെ. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് സുരേന്ദ്രൻ വിഷം വിതയ്ക്കുന്നത് പോലെ പ്രസ്താവനകൾ പടച്ചുവിടുന്നത്. സർക്കാരിന്റെ നെഞ്ചത്തോട്ട് മാത്രമല്ല CPIയെ ലക്ഷ്യം വെച്ച് CPI കുരയ്ക്കും പക്ഷേ കടിക്കില്ല എന്ന പരിഹാസമാണ് സുരേന്ദ്രൻ നടത്തിയത്. രാഷ്ട്രീയ സൗമ്യതയുടെ എല്ലാ പരിധികളും ലംഘിക്കുന്നതാണ് സുരേന്ദ്രന്റെ പ്രസ്താവന എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായാലും അത് ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള സാമാന്യ മര്യാദയാണ് സുരേന്ദ്രൻ കാണിക്കേണ്ടിയിരുന്നത്. കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതികളെ വികസനത്തിന്റെ ഭാഗമായി കാണുമ്പോൾ അവയിലെ തെറ്റുകൾ തിരുത്താനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കുമുണ്ട്. അത് വിരുദ്ധതയല്ല, സഹകരണ ഭരണത്തിന്റെ ഭാഗം മാത്രമാണ്. കേരളം ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കേന്ദ്രത്തിന്റെ പണം കേരളത്തിനുള്ളത് തന്നെയെന്ന് ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ്. വിദ്യാഭ്യാസ വികസനം പാർട്ടി രാഷ്ട്രീയത്തിനപ്പുറമുള്ള വിഷയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പലവട്ടം വ്യക്തമാക്കിയതാണ്. കേന്ദ്രത്തിന്റെ സഹായം സ്വീകരിക്കുന്നത് ഒരു സമാധാനപരമായ ഭരണപരമായ നീക്കമാണ്. ഡീൽ ഒന്നുമല്ലെന്നും മന്ത്രിമാർ വ്യക്തമാക്കിയിരുന്നു. ഇതൊന്നും സുരേന്ദ്രന്റെ ചെവിയിൽ ഇതുവരെയും കേറിയിട്ടില്ല. പഠനരംഗത്ത് ഹെഡ്ഗേവറിനെയും സവർക്കറിനെയും ഉൾപ്പെടുത്തുമെന്നത് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. കേരളം സ്വന്തം വിദ്യാഭ്യാസ തത്വങ്ങൾ പാലിച്ചാണ് മുന്നോട്ടു പോകുന്നത്. മതേതരത്വവും ശാസ്ത്രീയ മനോഭാവവും സാമൂഹ്യ നീതിയും ഒക്കെയാണ് അതിന്റെ അടിസ്ഥാനം തന്നെ. ഈ മൂല്യങ്ങളിൽ മാറ്റം വരുത്താനുള്ള ശ്രമങ്ങൾക്കെതിരെ കേരളം ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. ഉറപ്പായും പ്രതികരിച്ചിരിക്കും. കേരളം കേന്ദ്രവുമായി സഹകരിക്കും. പക്ഷേ സംസ്ഥാനത്തിന്റെ സ്വാതന്ത്ര്യവും മൂല്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ചെയ്യുകയുള്ളൂ. PM ശ്രീ പദ്ധതിയിലൂടെ സംസ്ഥാനത്തിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സൗകര്യങ്ങൾ ലഭിക്കും. അത് രാഷ്ട്രീയ നേട്ടമല്ല, വിദ്യാഭ്യാസ നേട്ടമാണ്. K. സുരേന്ദ്രന്റെ പ്രസ്താവനകൾ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ മാത്രം ഉള്ളതാണ്. PM ശ്രീ പദ്ധതിയെ വികസന അവസരമായി കാണുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വ്യക്തവും ജനകീയവുമാണ്. കേരളം പഠന മേഖലയിൽ പിന്നോട്ടു പോകാതെ മുന്നേറാനാണ് ഈ തീരുമാനമെന്നും രാഷ്ട്രീയ പ്രചരണങ്ങൾ അതിനെ ബാധിക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസം എന്നത് ഭാവി തലമുറയെ രൂപപ്പെടുത്തുന്ന മേഖലയായിരിക്കെ അതിനെ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതാണ് സുരേന്ദ്രന്റെ ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റ് തന്നെ. ഹെഡ്ഗേവറിനെയും സവർക്കറിനെയും പഠിക്കുമെന്ന പ്രസ്താവന കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ അവഹേളിക്കുന്നതും സംസ്ഥാനത്തിന്റെ മൂല്യങ്ങളോട് വെല്ലുവിളി ഉയർത്തുന്നതുമാണ്. കേരളം എപ്പോഴും മതേതരത്വത്തെയും ശാസ്ത്രീയ മനോഭാവത്തെയും സാമൂഹിക നീതിയെയും അടിസ്ഥാനമാക്കിയാണ് വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറിയത്. അതിൽ കൈകടത്താൻ ആരായാലും കേരളം മിണ്ടാതിരിക്കാൻ പോകുന്നില്ല.
സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായം സ്വീകരിച്ചത് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കാനാണ്, രാഷ്ട്രീയ പരിഗണനകൾക്ക് അല്ല എന്ന് മനസ്സിലാക്കുക. എന്നാൽ സുരേന്ദ്രൻ അതിനെ വിഷം വിതയ്ക്കാനുള്ള വേദിയാക്കുന്നത് രാഷ്ട്രീയ ഉത്തരവാദിത്തമില്ലായ്മയുടെ തെളിവ് മാത്രമാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം ആരുടെയും രാഷ്ട്രീയ പരീക്ഷണശാലയല്ല. പഠനരംഗത്തേക്കുള്ള ഇടപെടലുകൾക്കും സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തോടുള്ള വെല്ലുവിളികൾക്കും കേരളം ഉറച്ച മറുപടി ഉറപ്പായും നൽകും. വിദ്യാഭ്യാസത്തിന്റെ പേരിൽ വിഭജന രാഷ്ട്രീയം നടത്താൻ ശ്രമിക്കുന്ന കെ സുരേന്ദ്രനെ പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് കേരളം നൽകുന്ന മറുപടി, വിദ്യാഭ്യാസം നമ്മുടെ അഭിമാനമാണ്, അത് രാഷ്ട്രീയത്തിന്റെ കളിസ്ഥലം ഒരിക്കലും ആകില്ല എന്നതായിരിക്കും.